താഴോട്ട് പോകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള വഴികളാണ്. ഞങ്ങളെ പോലീസ് നോക്കി. അയ്യോ പണിയായി. പുതിയ വ്ളോഗ് വന്നിരിക്കുന്നു. എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എങ്ങോട്ടോ പോകുന്നു. ഞങ്ങളുടെ ഒരു സുഹൃത്ത് അവൻ വിളിച്ചു പോവാന്ന് പറഞ്ഞു, ഇറങ്ങാന്ന് പറഞ്ഞു. ഇറങ്ങി അല്ലേ? ഇപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പോകുന്ന വഴി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എങ്ങോട്ടാ പോകുന്നത്? അതെ, ഒരു ബന്ധമില്ലാതെയാണ് പോകുന്നത്. സ്ലോ എടുക്കുക വണ്ടി, പക്ഷെ വണ്ടി ഓടിക്കുക വ്ളോഗ് എടുക്കാൻ പറ്റില്ല. അല്ല എന്നെ വണ്ടി ഇടിക്കും. അതുകൊണ്ട് നിയമവിരുദ്ധമാണ്, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ ഒരു ഡെമോ ആണ്, കാണിച്ചു തന്നേ ഉള്ളല്ലോ. സോ ഞങ്ങൾ സ്ഥലമൊക്കെ ഫിക്സ് ചെയ്തിട്ട് പറയാം. ഹലോ ഗൈസ്, 4 പേരും വന്നു. എങ്ങോട്ടാണ് പോകുന്നത് ഡിസൈഡ് ചെയ്ത് അങ്ങോട്ടുണ്ട്. ബാക്കി നിങ്ങളായാലും പറയട്ടെ, എൻ്റെ വായിലൊന്നും വരുന്നില്ല. ആ ബാഗ് പിടിച്ചിരിക്കുന്നവരാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കഞ്ചാവ്. എൻ്റെ ബാഗിലുണ്ട് സ്റ്റഫ്. ചുമ്മാ പറഞ്ഞ കൈസ്, അതിൽ ക്യാമറയാണ്. ഞങ്ങളെ വലിയ യാത്രക്കാരാണ്. വാഗമൺ അല്ലാതെ ഒരു സ്ഥലം പറഞ്ഞല്ലോ. അല്ല, ഇതിപ്പം നമ്മള് സ്വന്തമായിട്ട് ഇവിടെ വണ്ടി ഇരിക്കുന്നവർക്ക് അറിയത്തില്ല. അല്ലേ ഒന്നും കാണുന്നവരും പറയട്ടെ. ഞങ്ങളിപ്പോ പേട്ട എത്തും. പേട്ട എത്തിയിട്ട് എങ്ങോട്ട് തിരിയണമെന്നറിയില്ല. മിക്കവാറും അങ്ങനെ ഒതുങ്ങേണ്ടി വരും ഈ വ്ളോഗ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോയി. ഇതുവരെ സ്ഥലം സെറ്റ് ആയിട്ടില്ല. എന്ത് ചെയ്യും? ഞങ്ങള് കോട്ടയം മൊത്തം കണ്ടു തീർത്തു. കോട്ടയം അല്ല, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, പിന്നെ എത്ര സ്ഥലങ്ങൾ കണ്ടു തീർത്തി. റെക്കോർഡായില്ലായിരുന്നു. ഞാൻ വീണ്ടും വാഗമണിലോട്ട് പോകുന്നു. അവസാനം സ്ഥലമൊന്നും കിട്ടാത്തതുകൊണ്ടാന്ന് തോന്നുന്നു വീണ്ടും വാഗമണ്. അതെ, നല്ല മുതു വെയിലത്താണ് പോകുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ മഴ പെയ്ത അത് ചരിത്രമാണ്. ഞങ്ങളങ്ങനെ പോയിട്ട് കോടയായതൊക്കെ കുറവാണ്. മഴയുണ്ടായിട്ട് പോയിട്ടും കോടയായതും റയറാണ്. കിടന്ന് ഉറങ്ങുന്നു, കൊണ പറയുന്നു, പുലികളി കാണുന്നു. വണ്ടി ഓടിക്കുന്നു. ഇതുപോലുള്ള ാണ് പ്രശ്നം. എൻ്റെ കൂടെ ഫ്രണ്ടിൽ പോകുന്ന വേറെ ബസ്സും ഒക്കെ ആയിട്ട് വരുന്നവനൊന്നും ഇതില് വരരുത്. വാഗമൺ ഈ കേട്ടത് ഇത്ര ബ്ലോക്ക് ആദ്യമായിട്ടാണ് കിടന്നത്. ഇത്ര ഇത് ഭയങ്കര ഷോക്കായി പോയി. ഞങ്ങളിനി അവിടെ ചെല്ലണേ 1 മണിക്കൂർ എത്തും. ഓവർടേക്ക് ചെയ്യാനും പറ്റത്തില്ല. ഒരു ലോഡ് ബസ്സും പോകുന്ന ഒരു ബസ്, അതിന്റെ ഫ്രണ്ടിൽ വേറെ ബസ്. ഞാനത് ഇവിടെ ഇരുന്ന് ബ്ലോഗ് ഉണ്ട്. ഞങ്ങൾ വണ്ടിക്കകത്ത് നിന്ന് പുറത്തിറങ്ങി. വീലുള്ള വാഗമണിലെത്തി. പുലി 17 കിലോമീറ്റർ പാസ് ചെയ്ത് ഞാൻ ഇവിടെ വന്നു. ഇഴഞ്ഞ് തുപ്പി വണ്ടിയൊക്കെ ഒരു വിധത്തിലാണ് അവിടെ എത്തിയത്. 2 ബജീറോ ഇനി അപ്പുറത്ത് മൊത്തം ബജീറോ. എന്തോ എത്തിങ്ങല്ല റാലി അല്ല, ഒരു ഓഫ് റോഡിങ്. എല്ലാവരും കുറേ പേര് കൂടി വന്നതാണെന്ന് തോന്നുന്നു. ബജീറോസ് ഓഫ് റോഡിന് ഇറങ്ങിയതാന്ന് തോന്നുന്നു. പുള്ളിക്കാനോ ഓഫ് റോഡ് ചെയ്യാനാണോന്ന് അറിയില്ല. ഇവരെല്ലാം അവരുടെ ഗ്യാങ്സ് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ ചെറുതായിട്ട് ചായ കുടിച്ചു. ചായ കുടിക്കാൻ ഇറങ്ങിയതാന്ന് തന്നെ പറയാം. വാഗമൺ വന്നിട്ട് ചായ കുടിച്ചില്ലെന്നാണ്ട. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു. തിരിച്ച് വണ്ടിക്കകത്ത് കയറാൻ പോവാണ്. നല്ല കുടിച്ച പാലില്ലായിരുന്നു, വെള്ളം ഇട്ടടിച്ചു തന്നു.
ചേഞ്ച് എടുത്ത ഡ്രൈവർ. സോ എനിക്ക് കണ്ടിന്യൂസ്ലി വ്ലോഗ് ചെയ്യാൻ വേണ്ടി ഡ്രൈവർ തന്നെ. അതെ, ഇനി അപകടങ്ങൾ സംഭവിക്കും. ബാഗ് പിടിച്ചിരിക്കുന്നവരാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കഞ്ചാവ്. ഞങ്ങളെ പോലീസ് നോക്കി. കേട്ടോ മാഗോണ്ട് വന്നേക്കുന്നത് എന്നെ. ചെക്കിങ് വന്നു. വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നു. അപ്പൊ അതിനെ ഓർത്ത് ഇവന്റെ ഒരു ബാഗ് ഉണ്ട്. ഇവന്റെ ബാഗ് ഞാൻ വെച്ച് പുള്ളി ഫോൺ ചെക്ക് ചെയ്യുന്നത്. കാരണം ഫോണിന്റെ മുമ്പിൽ വ്ലോഗ് എടുത്ത് അത് തിരിയാടാ. മെഴുകു തിരിയാ. അതിനകത്ത് മെഴുകുതിരിക്കാത്ത വല്ലതും ഉണ്ടെന്ന് ഓർത്തോട്ട് എനിക്കറിയത്തില്ല. ഏതായാലും കൊള്ളായിരുന്നു കേട്ടോ. ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ല. നേരത്തെ ഇതുപോലെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്ലോ എടുക്കാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ എക്സ്പീരിയൻസ്. എന്നൊക്കെ കഴിയാന്ന് ഓർക്കണേ. 2 മണിയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ മരുഭൂമിയിലൊക്കെ എത്തി. എനിക്കെങ്ങനെയാ തോന്നുന്നത്? മരുഭൂമിയല്ലേ കണ്ടോ? പച്ചപ്പ് പോലും കാണുന്നില്ല. അവിടെ ഒന്ന് പച്ചപ്പ് ബാക്കി എല്ലാം കണ്ടു ഉണങ്ങി കരിഞ്ഞ് വെയിലടിച്ച്. കൊട്ടമലയിലേക്ക് പോകുന്നു. ഒരു തൊലിഞ്ഞ വഴി കേട്ടോ. ബൈക്കാരൊക്കെ ഉണ്ടല്ലോ. നല്ല വെയിലാണ്. ഒറ്റ കുഴപ്പമുള്ളൂ. ഇറങ്ങി നടക്കേണ്ടി വരും. എന്തോ വണ്ടി പോകുമെന്ന് തോന്നുന്നില്ല. കാറൊക്കെയാണോ പോയത്. നമ്മുടെ വണ്ടി പോകില്ല കേട്ടോ. നമ്മുടെ വണ്ടിക്ക് അത്ര അടിയൊന്നുമില്ല. ഈ മല കയറണം. തലേനെ കിട്ട വീടിന്റെ അടുത്ത് വഴി ഇവിടെ ഒതുക്കത്തില്ല. കട്ടിങ് ഞങ്ങളിപ്പോ ഏതൊരു കാട്ടിലെത്തി. വഴിയൊന്നുമില്ല. ഇതെന്ത് വഴിയാന്നറിയോ? ഒരു വിധത്തിലെ വണ്ടി പോകുന്ന കേട്ടോ. വിഷയമാണ്. ഇടിക്കാണ്ടൊക്കെയാണ് വീണ്ടും കൊണ്ട് ചവിട്ടാം. കൊറേ ജീപ്പുകാരുണ്ട്. ഇത് മൊത്തം അയ്യോ പണിയായി. വണ്ടി പാടാ. എവിടെ പോകാനാ പറഞ്ഞ? കൊട്ടമല അങ്ങോട്ട് കറങ്ങി നടക്കാനല്ല, മേട്ടപ്പുറമല്ല. മേളി പോയിട്ട് ഇട്ടിട്ട് താളോട്ട് പോകണ്ട കേട്ടോ. താളോട്ട് പോകുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടുള്ള വലിയ പശുവൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. ആരും വിചാരിച്ച വണ്ടിക്കകത്ത് കയറുന്നു. ഇവിടെ എവിടെയാണ് ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെത്തി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പാർക്കിങ് സ്ഥലം കൊള്ളാം. പക്ഷെ വന്ന വഴി കണ്ടോ. ഒരു വണ്ടിക്ക് പോലെ ഇടയുള്ളൂ. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ വേറെ വണ്ടി വരുമോയെന്നറിയില്ല. ഇല്ലായിരിക്കും. ആ ഒരു വിശ്വാസത്തിലങ്ങ് പോകാം. അപ്പം ഞങ്ങളിനി ഇവിടുന്ന് കുറച്ചുകൂടെ പോകാറുണ്ട് കോട്ടമലയ്ക്ക്. കൊട്ടമലയിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊട്ടമല ചെന്നതിനെ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ വ്യൂ കാണാം. വേറൊന്നുമില്ലെന്ന് തോന്നുന്നു. പിന്നെ അത്യാവശ്യം ഇപ്പം വലിയ വെയിലൊന്നും ഇല്ലാത്ത ക്ലൈമറ്റാണ്. സമയം ഏതാണ്ട് 5 മണിയായി. അപ്പം ഞങ്ങൾ ആ വ്യൂ നോക്കി പോവുകയാണ്. തിങ് ഈസ് ദാറ്റ് ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കാൻ ഓർത്തപ്പോഴാണ് വീട്ടിൽ നിന്ന് മെമ്മറി കാർഡ് എടുക്കാൻ മറന്നു പോയെന്നോർത്ത്. എന്തൊക്കെ ഗതികളാണ്. എനിക്ക് നല്ല പിക്കൊക്കെ എടുക്കാമെന്ന് ഓർത്ത് വന്നപ്പോഴത്തേനും മെമ്മറി കാർഡില്ല. ഞാൻ എൻ്റെ ലാപ്പിൽ കുത്തി വെച്ചേക്കായിരുന്നു. ഞാൻ ഓർത്തില്ല. 2 എണ്ണം ഉണ്ടായിരുന്നു. 2ഉം ഇല്ല. ബാഗിലും ഇല്ല. ക്യാമറ ബാഗിലും ഇല്ല. അതുകൊണ്ട് ഇതാ പോകുന്നുണ്ടല്ലേ, അവൻ്റെ കയ്യിൽ സോണിയുണ്ട്. സോ അവൻ്റെ മെമ്മറി കാർഡ് ഞാൻ തൽക്കാലത്തേക്ക് കടം വാങ്ങിച്ച് എടുത്തിട്ടേക്കുക. കുറച്ച് പിക്കൊക്കെ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാം. അവനോട് വീഡിയോഗ്രാഫീസൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയേക്കാണ്. സോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ കോട്ടമല അത്ര ഉള്ളു കേട്ടോ. ഈ ഒരു ചെറിയ സ്ഥലത്തെത്താൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത്. എന്നാലും കൊള്ളാം. കുറച്ച് ഫോട്ടോ കിട്ടുമായിരിക്കും.
വലിയ വളമൊന്നുമില്ല, കുഴപ്പമില്ല. വെറുത്താണോന്ന് ചോദിച്ചാൽ വെറുത്താണോ? ഞങ്ങള് കണ്ട വെച്ച് ഞങ്ങൾക്ക് വേർത്തായിട്ടും തോന്നുന്നു. കാരണം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ്. അതെ, ഇത് ചെറുതാ. ഞങ്ങളെ കണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല ഗൈസ്, ഇതിൻ്റെ ഇരട്ടി കണ്ടത് അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ ഓർത്തിരിക്കുന്നത്. ഗിംബലൊക്കെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗിംബലുണ്ട്, ഫോണുണ്ട്, ക്യാമറയുണ്ട്. ഇനി എന്നാ വേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇനി ആവശ്യമുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവനാണ് നമ്മുടെ ഗിംബൽ ഓണർ. ക്യാമറ ഗിംബൽ സെറ്റ് ചെയ്യുന്നത്. അതെ, ഇപ്പോഴാണ് പഠിക്കുന്നത്. ഫോണിന്റെ ക്യാമറ, ഫോണിന്റെ ജിംബൽ, ഐഫോൺ വീഡിയോ കണ്ടുപിടിക്കുന്നു. വാങ്ങിച്ചിട്ട് 2-3 മാസം കഴിഞ്ഞിട്ടാണ് പഠിക്കുന്നത്. അതും മലയുടെ മൂട്ടി വന്നിട്ട്. ഇവിടെ വീഡിയോ എടുക്കാൻ, ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിരുന്നില്ല. ഞാൻ നിന്ന് കാണിച്ചേടാ അവനെങ്ങനെ നിൽക്കുന്നത്. അവനെങ്ങനെ നിൽക്കുന്നത് നിന്ന് കാണിച്ചേ. ശേ, ഇങ്ങനെയാണോ നിൽക്കുന്നത്? ഇങ്ങനെ എന്നാൽ ഞാൻ എങ്ങനെ ഫോട്ടോ എടുക്കും? ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കാണണമെങ്കിൽ വിഷ്ണു എം എന്ന് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു നോക്കി എൻ്റെ കുറെ പോസ്റ്റുകൾ കാണാം. ഫോളോ ചെയ്യണ്ട. നോ ഫോളോ. ജർമ്മൻസിലല്ല പൊത്തി പിടിച്ചേക്കണം. ഇങ്ങനെ 3 പേരും കൂടെ ഇപ്പം ഇവിടെ വരണം. ഒരു പീസ്ഫുൾ സിറ്റുവേഷൻ അല്ലേ? ഇപ്പോഴാണ് ഇവിടെ വരേണ്ടത്. സമയം 5:45. നീ അടുത്ത 5:45. സൺസെറ്റ് ആകുന്നു. ഇതിവിടെ എത്തുമ്പോൾ ഏതാണ്ട് ഒരു ഗോൾഡൻ അവർ ടച്ച് വരും. അപ്പോൾ കുറച്ചുകൂടെ കണ്ടൻസ് എടുക്കാൻ പറ്റും. നല്ല ഫോട്ടോസ് ആൻഡ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നൈസാണ്. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം ഉണങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്ന പുല്ലാണ്. കുറച്ച് മഴയൊക്കെ പെയ്ത് അല്ലെങ്കിൽ മഴക്കാലമാകുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മിസ്റ്റ് കാണാൻ പറ്റും, ഫോഗ് കാണാൻ പറ്റും. സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. വ്ളോഗിൽ ആഡ് ചെയ്യാവുന്നതാണ് അതൊക്കെ. അല്ല, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിൽ പിക്സ് ആൻഡ് പോസ്റ്റ് ആൻഡ് റീലൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ വരുന്നതായിരിക്കും. സോ ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ഗൈസ്, ഞങ്ങളങ്ങനെ ഈ സ്ഥലത്തുനിന്ന് വിട പറയുന്നു. തിരിച്ചു പോവാണ്. ഇനി കാണാൻ പോണം. സൺസെറ്റ് കഴിഞ്ഞു, തീരാറായി. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. സമയം 6:15. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അവിടെ വരെ എത്തണം. കുറച്ച് വണ്ടി എടുത്തിട്ട് തിരിച്ചു പോകണം. പിന്നെ കുഴപ്പമില്ല. ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ വന്നതാണ്. സത്യസന്ധമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ വന്നിട്ട് നല്ലൊരു മൊമെൻറ്റ് തന്നു, നല്ലൊരു എക്സ്പീരിയൻസ് തന്നു. കുറച്ചും കൂടെ മഴയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് വരുവാണെങ്കിൽ കുറച്ചുകൂടെ നൈസായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുഴപ്പമില്ല, പക്ഷേ ഇറ്റ് ഈസ് ഓക്കെ. സോ ബൈ. ഇനി വ്ളോഗ് എൻഡിങ്. പുതിയൊരു വ്ളോഗായിട്ട് കാണുന്നതും വരെ പുതിയൊരു വ്ളോഗായിട്ട് വരുന്നിടം വരെ ബൈ. വ്ളോഗ് എൻഡിങ്.